ബീഫ് ലിവർ റോസ്റ്റാണ്. ഇതിപ്പോൾ മൺചട്ടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം ഒന്നുകൂടി ഒന്ന് കുറുകൂടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ റെസിപ്പി മുഴുവനായിട്ട് കാണുക, കണ്ട് മനസ്സിലാക്കുക. നമ്മളിന്നൊരു ലിവർ റോസ്റ്റാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കൊരു 10-12 ചെറിയ ഉള്ളി ചതച്ചത് ഇടുന്നു. അതൊന്ന് വഴണ്ട് വരണം. അതിനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ്, ഒരു സ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ഇടുന്നു. ഉപ്പ് നമുക്ക് പിന്നീട് ലിവറൊക്കെ നോക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഇടും. ഇത് ഇളക്കി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 4 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചത് കൂടി ചേർക്കും. അതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ഉണക്കമുളക് കീറിയിട്ട് ഇടാം. 2-3 നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. വീണ്ടും ഒന്ന് ഇളക്കുക. അതിലേക്ക് 2 ഇതള് വേപ്പില, നല്ല മണമൊക്കെ വന്നു പോയി. ഉള്ളി ഒന്ന് മൂത്ത് വരണം. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് പൊടികളിടാം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടാം. ഇളക്കുക. ഒന്നര സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂൺ ഇട്ടോളൂ, കുഴപ്പമില്ല. വീണ്ടും ഒന്ന് ഇളക്കുക. ഇതിലേക്ക് ഒരു 2 സ്പൂണ് ബീഫ് മസാല, വീണ്ടും ഒന്ന് ഇളക്കുക. ഇപ്പം തന്നെ ആ പൊടികൾ മൂത്ത് നല്ല മണം തുടങ്ങി. അതിനൊപ്പം കൊച്ചുള്ളി കൂടി മൂത്തതിൻ്റെ മണമാണ്, നല്ല രസമുള്ള മണമാണ്. ഇതിലേക്ക് ഒരു 3/4 സ്പൂൺ കുരുമുളക് പൊടി ഇതിനകത്ത് ഒരു മസ്റ്റായിട്ടുള്ള സാധനമാണ്. നമ്മൾ വേറെ ഇടും. ഇത് ഇപ്പോൾ ഇതിലേക്ക് ഒന്ന് ഒരു എരിവിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ ശരിയായ എരിവും ശരിയായ കറിയുടെ ആ ഒരു ഫ്ലേവറും സാധനങ്ങളൊക്കെ കുരുമുളകിലാണ് ഉണ്ടാകുക. ഈ കുരുമുളക് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വിശദമായിട്ട് വീണ്ടും ഇടൂടാം. ഒന്ന് ഇളക്കി പൊടികളൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ലിവർ, ഇത് ഏകദേശം 250 ഗ്രാമോളം ഉണ്ട് ലിവർ.
ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ്. കുറച്ച് ഫാറ്റുണ്ട്. ഫാറ്റോട് കൂടിയിട്ട് ഇടുന്നതാണ് എപ്പോഴും നല്ലത്. ആ ഫാറ്റാണ് ഇതിനകത്ത് ഒരു ടേസ്റ്റ് കൊടുക്കുക. അതുകൊണ്ട് ഫാറ്റുള്ള ഭാഗം തന്നെ, അല്ലെങ്കിൽ ഫാറ്റോട് കൂടിയിട്ട് തന്നെ ഇത് മേടിക്കാൻ ശ്രദ്ധിക്കും. ലിവർ അധികം വൈകാതെ പെട്ടെന്ന് ആവുന്ന ഒരു സാധനമാണ്. കുറച്ച് വെള്ളം ഇതിനകത്ത് ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വേറെ വെള്ളം ഒഴിക്കണമെന്നില്ല, എങ്കിലും വെള്ളം വേണമെങ്കിൽ എന്നൊക്കെ തളിച്ചു കൊടുക്കും. ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു നന്നായിട്ട് ഈ ലിവർ ഒന്ന് വെന്ത് വരേടാം. ഒരു ലിവറൊരു പകുതിയോളം വെന്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വെള്ളം ഇന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇതിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് നല്ല ജീരകം, വലിയ ജീരകം, പെരുംജീരകം പറയുന്ന സാധനം ചേർക്കുക. വീണ്ടും ഒന്ന് ഇളക്കുക. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. നേരത്തെ നമ്മൾ 1 സ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ഇതൊന്ന് എന്താ പറയുക, ഉള്ളി ഒന്ന് മൂക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു. അത് കൂടാതെ 1 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കും. നന്നായി ഇളക്കുക. ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തേക്ക് ഓണം. ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പം എല്ലാ സൈഡിലേക്കും അത് സ്പ്രെഡ് ചെയ്യും. നമ്മൾ ഇറക്കി വെച്ച് വീണ്ടും വേവും. ഉപ്പൊന്ന് നോക്കാം. അടച്ചു വയ്ക്കുക. ഒരു 3 മിനിറ്റ് കൂടി വീണ്ടും വേവിക്കും. അതൊന്നുകൂടി ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നല്ലോണം വെള്ളം ഇറങ്ങി. നമുക്ക് ഈ വെള്ളം ഇത്ര വെള്ളം ഉണ്ടായിക്കോട്ടെ, കാരണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ വെള്ളമൊക്കെ വറ്റിപ്പോകും. ഇതിലേക്ക് 1 തക്കാളിയാണ് ഇതിന് സ്വാദ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തക്കാളിയുടെ ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നിർബന്ധമായിട്ടും ഒരു തക്കാളി ഇടണം. 2 പച്ചമുളക് ഇതിനകത്ത്, ഒരു പച്ചമുളക് ഇതിനകത്ത് വീണ് പോയിട്ടുണ്ട്. അത് സാരില്ല, പച്ചമുളക് എന്തായാലും നമ്മൾ തന്നെയാണ്. നന്നായി ഒന്ന് ഇളക്കുക. ആ തക്കാളി നന്നായിട്ട് വെന്തുടയൊന്നും വേണ്ട, എന്നാൽ കുറച്ച് വേഗം ഒന്ന് ഇളക്കുക. വീണ്ടും അടച്ചു. ഒരു 2 മിനിറ്റ് കൂടി വീണ്ടും വേവിക്കും. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരും. തക്കാളിയിൽ നിന്നും കൂടി കുറച്ച് വെള്ളം ഇറങ്ങും. തക്കാളി അധികമൊന്നും വെന്തിട്ടുണ്ടാവില്ല, ഒന്ന് വെന്തിട്ടുണ്ട്. ഒന്ന് ഇളക്കുക. അതിലേക്കൊരു 3 പച്ചമുളക് ഇടാം. നേരെ ഒരു പച്ചമുളക് അതിനകത്ത് വീണ് പോയിരുന്നു. അത് കൂടാതെ 3 മുളക് കൂടി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തം 4 പച്ചമുളക്. നന്നായി ഇളക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാല. ഇനിയുള്ള 2 സ്റ്റെപ്പും നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതായത് ഈ
ഗരം മസാല ഇടുന്ന ഭാഗവും അതുപോലെ തന്നെ ഇതിനകത്തേക്ക് നമ്മൾ കുരുമുളക് പൊടിയും കൂടി ചേർക്കും. ആ ഭാഗം നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്തത് കേട്ടോ. ഗരം മസാല ചേർത്തൊന്ന് നന്നായി എടുക്കുക. അതിനുശേഷം ഒരു 1.5 സ്പൂണോളം കുരുമുളക്, ഒരു സ്പൂൺ ഇട്ടാലും മതി കേട്ടോ, നിങ്ങളുടെ എരിവ് അനുസരിച്ച് ഇടുക. നമുക്ക് ഏറ്റവും കൂടുതൽ ഒന്നുകൊണ്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1.5 സ്പൂൺ തന്നെ കുരുമുളക് ഇട്ടു. ഈ 2 സാധനങ്ങളും നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, അതേപോലെ തന്നെ ഇടുക. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും വരുകൂടെ. നന്നായി ഇളക്കിയ ശേഷം ഒരു 1/2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കും. അങ്ങനെ വെന്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറിന് വരുന്നൊക്കെ ഒരു സ്പൂൺ നെയ്യ് വേണമെങ്കിൽ ചേർക്കാട്ടോ. ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, നിർബന്ധമില്ല, നമുക്കിവിടെ ക്യാപ്സിക്കം ഉണ്ട്, അപ്പം അതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. ക്യാപ്സിക്കം നിർബന്ധമുള്ള ഒരു സാധനമല്ലാട്ടോ. അതിലേക്ക് ഒരു എന്തല്ല ഉപ്പി ഈ വെള്ളം നോക്കണ്ട, ഇതൊരു മൺചട്ടിയാണ്. അപ്പോൾ ഈ വെള്ളം തീ ഓഫ് ചെയ്താലും ഉള്ള ചൂടിൽ ഇരുന്ന് ഇതൊന്ന് സെറ്റാവൂട്ടോ. ഇത്രയേ ഉള്ളൂ ഒരു ലിവർ റോസ്റ്റ് ഉണ്ടാക്കാൻ. ഞാനിവിടെ ഉപയോഗിച്ചിരുന്നത് ബീഫിൻ്റെ ലിവറാണ് കേട്ടോ. ഇത്രയുമായി കഴിഞ്ഞാൽ അടച്ചു വയ്ക്കുക, തീ ഓഫ് ചെയ്യും. ഓക്കെ.